ഇങ്ങനെ ഒരു മിനി ക്രോഷേ വോൾ ഹാങ്ങിങ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ 2 കളേഴ്സാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇവിടെ എടുത്തേക്കുന്ന ഹുക്ക് എന്ന് പറഞ്ഞാൽ 1.50 mm ഹുക്കാണ്. സ്ലിപ്പ് നോട്ട്, chain 1, chain 2, chain 3, chain 4, chain 5, chain 6. Slip stitch, chain 1. നമ്മൾ ഒന്നുമായിട്ട് കണക്കാക്കുന്നില്ല. ഈ പോർഷനുള്ളിൽ സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, third one, fourth, 10, 11, 12 single crochet. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയുടെ മുകളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇവിടെ നമ്മൾ യാണൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ലാസ്റ്റ് നമുക്കിതിൽ തുന്നി പിടിപ്പിക്കാം. നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. നമുക്ക് ഈ ഫസ്റ്റ് ഇതൊന്ന് ചെയിൻ ഉള്ളിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4. സെയിം ആ ഇതിൽ തന്നെ ട്രിപ്പിൾ ക്രോഷേ സെയിം പോയിന്റിൽ നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ 2, സെയിം പോയിന്റിൽ തന്നെ വീണ്ടും ട്രിപ്പിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിനിൽ ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4 സെയിം പോയിന്റിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ. നമ്മുടെ ഫസ്റ്റ് ഇത് ഇവിടെ റെഡിയായി. നെക്സ്റ്റ് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4 സെയിം പോയിന്റിൽ തന്നെ ട്രിപ്പിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിനിൽ ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ 2 സെയിം പോയിന്റിൽ തന്നെ 1 more ട്രിപ്പിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിനിൽ ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4 സെയിം പോയിന്റിൽ തന്നെ സിംഗിൾ ക്രോഷേ,
വീണ്ടും അതേപോലെ തന്നെ നെക്സ്റ്റ് ചെയിനിൽ ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 2 ഇതളുകളോട് ചെയ്യണം. അത് ചെയ്തിട്ട് ഞാൻ വരാം. ഇത് ലാസ്റ്റാണ് നമ്മുടെ. അപ്പം നെക്സ്റ്റിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ട്രിപ്പിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിനിൽ ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ 2, സെയിം പോർഷനിൽ തന്നെ ട്രിപ്പിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിനിൽ ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, സെയിം ചെയിനിൽ തന്നെ സിംഗിൾ ക്രോഷേ. ഈ നെക്സ്റ്റ് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. നെക്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ 4th ചെയിനും 1 ട്രിപ്പിൾ ക്രോഷയും ചെയ്ത ചെയിനാണ്. ഒരു സ്ലിപ്പ് സ്റ്റിച്ചിട്ട് സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് നമുക്ക് നമ്മുടെ യാണൊന്ന് ടൈറ്റ് ആക്കാം. അതിനുശേഷം യാൺ കട്ട് ചെയ്യാം, വലിച്ചെടുക്കാം. ഇതാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടി നമുക്ക് വൈറ്റ് ചേഞ്ച് എടുക്കാം. അതിന് മുമ്പ് തന്നെ ഈ യാണൊക്കെ ഉള്ളിലേക്ക് ഒരു നീഡിൽ ഉപയോഗിച്ച് തുന്നി ചേർക്കണം. സ്ലിപ്പ് നോട്ട്, ഈ ഒരു മിഡിലിൽ നമുക്ക് ഇതിടാം. അതിനുശേഷം ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. ചെയിൻ ടൈറ്റാക്കുക. 1 ചെയിൻ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30 ചെയ്തു. ആ സെയിം പോർഷനിൽ കൊണ്ടുവന്ന് നമ്മളിത് ചെയ്ത ആ പോർഷനിൽ തന്നെ കൊണ്ടുവന്ന് ഒരു സ്ലിപ്പ്